ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നവംബർ മാസത്തെ AICPN അഥവാ ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 31 ഡിസംബർ 2025 പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇതനുസരിച്ച് ജനുവരി മാസം മുതൽ DADRൽ എത്ര ശതമാനത്തിൻ്റെ വർധനവുണ്ടാകുമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്ക്രീനിൽ കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലേബർ ബ്യൂറോ 31 ഡിസംബർ 2025 പബ്ലിഷ് ചെയ്ത പ്രസ് റിലീസാണ്. ഇതിൻ്റെ ഹെഡിങ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് നവംബർ 2025. ഭാരതത്തിലെ 88 വാണിജ്യ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലെ 317 മാർക്കറ്റുകളിലെ ചില്ലറ വിൽപ്പന വിലയുടെ അടിസ്ഥാനത്തിൽ നവംബർ മാസത്തെ ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നു. ഒക്ടോബർ മാസത്തെ AICPN ഡാറ്റയിൽ നിന്നും 0.5 പോയിൻറ്റ്സിൻ്റെ വർധനവോടെ നവംബർ മാസത്തെ AICPN 148.2 ആയിരിക്കുന്നു. ഇത് നവംബർ 2024 3.88% നിന്നും 2025 നവംബറിൽ 2.56% ആയിരിക്കുന്നു. ഇനി ഇതനുസരിച്ച് DADRൽ എന്ത് വ്യത്യാസം വരുമെന്ന് പരിശോധിക്കാം. ഒക്ടോബർ 2025 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 147.7 പോയിൻറ്റ്സ് ആയിരുന്നു. അതനുസരിച്ച് DADR ഒക്ടോബറിൽ 59.60% ആയിരുന്നു. അത് നവംബർ 2025 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 0.5 പോയിൻറ്റ്സിൻ്റെ വർധനവോടുകൂടി 148.2 ആയപ്പോൾ DADR 59.94% ആയിരിക്കുന്നു. ഒക്ടോബർ മാസത്തെ AICPN ഡാറ്റ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ജനുവരി മാസം മുതൽ 60% DADR, അതായത് DADRൽ 2% വർധനവ് മാത്രമേ ഉണ്ടാകൂ എന്ന്. അതിപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ഡിസംബർ 2025 AICPN ഡാറ്റ 3 പോയിൻറ്റ്സ് കുറഞ്ഞാൽ പോലും 60% DADR ആകുന്നതാണ്. അപ്പോൾ നമുക്ക് 2% വർധനവോടെ 60% DADR ജനുവരി മുതൽ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.